മിഥുനും മഞ്ജരിക്കിടയില് വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നേരാണോടി? ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോ മഞ്ജരിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മിഥുൻ, അവന്റെ ചൂടും പറ്റി നിൽക്കുന്ന മഞ്ജരി. ജന്മാന്തരങ്ങളായി വേർപിരിക്കാൻ കഴിയാത്ത ദിവ്യ ബന്ധാന്ന് തോന്നിപ്പോയി മമ്മി. ഇതെന്ത് കഥയാടി? ഏതോ ഒരു അവിഹിത ബന്ധത്തിന്റെ സീരിയൽ കാണുന്ന പോലെ ഉണ്ടല്ലോ. സ്റ്റോറിയൊക്കെ അത് തന്നെയാ. പക്ഷെ അതൊരു മിസ്റ്ററിയെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒത്തിരി മാനിപ്പുലേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. എന്നുവെച്ചാ അത് ചുമ്മാ കെട്ടിപ്പിടിച്ചതാണെന്നും വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രാന്ന് വരുത്തി തീർക്കാൻ അവളെന്നോട് എന്തൊക്കെയോ പറഞ്ഞത് അത്രയും കള്ളത്തരാന്ന് ഏത് മരമണ്ടിക്കും മനസ്സിലാവുകയും ചെയ്യും. എനിക്കെന്താ അത്രയ്ക്കും ബുദ്ധിയില്ലെന്ന് കരുതിയോ അവൾ എഴുന്നള്ളിക്കുന്ന വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കാൻ? മിഥുനാണെങ്കി ഇപ്പൊ കല്യാണം കഴിച്ചതേ ഉള്ളൂ. അപ്പൊ ഇവള് പഴയ പ്രണയിനിയാണ്. ഇതിനിടയ്ക്ക് കഞ്ഞി ലീച്ചയെ പോലെ ചെന്ന് വീണ് നീ എന്ത് മലമറിക്കാനാടി പോകുന്നേ? മമ്മി എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നുമോളെ, മിഥുന് വേണ്ടി മത്സരിക്കാൻ ഇവിടെ ഒത്തിരി പേരുണ്ട്. മത്സരിക്കാൻ ആളില്ലാതെ വിഷമിക്കുന്ന വിവേകിനെ കയ്യിലാക്കാൻ നോക്കടി. ഇനി ഒരിക്കൽ കൂടി ആ വിവേകിന്റെ പേരങ്ങനെ പറഞ്ഞ അവിവേകം മൂത്ത് ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ട് പറഞ്ഞേക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. എന്നാ പിന്നെ എന്താ ചെയ്യണ്ടേന്ന് നീ തന്നെ പറ. അതാ ഇപ്പൊ ഞാനും ചിന്തിക്കുന്നെ. നമുക്കൊരു കാര്യം ചെയ്താലോ? മഞ്ജരിയുടെ കാര്യം മേഘനയുടെ അടുത്ത് ലീക്ക് ചെയ്താലോ? അതിന് സമയമായിട്ടില്ല മമ്മി. അതെന്താ? നമ്മൾ ലീക്ക് ചെയ്യുമ്പോ അവളെ ലാൻഡ് മെയിൽ പോലെ പൊട്ടിത്തെറിക്കണം. അതിനങ്ങനെ ഒരു ലവ്ലി സിറ്റുവേഷൻ നമുക്ക് കിട്ടണ്ടേ? വിഷയം വിളമ്പി അത് ഇഷ്യൂ ആക്കിയാ നമ്മുടെ ഉദ്ദേശം സാധിച്ചെടുക്കാലോടി. സമയവും സാഹചര്യവും ഒത്തുവരും മുൻപ് തെളിവുകളൊന്നും കയ്യിലില്ലാതെ ആവേശം കാണിച്ചാൽ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകും. അതുകൊണ്ട് ഇപ്പൊ വേണ്ട. കൃത്യമായ സമയവും സന്ദർഭവും കിട്ടുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. ഉചിതമായ സന്ദർഭത്തിൽ ഒരു പ്രളയം സൃഷ്ടിച്ച് ഒരു വശത്ത് ഭാര്യയും മറുവശത്ത് പ്രണയിനിയും എന്റെ വഴിന്ന് ഞാൻ അടിച്ച് തൂത്തുവാരി എറിയും. മനസ്സിലായോ എന്റെ പ്ലാൻ? ഞാൻ മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് ചെയ്യാനാ? ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമതിന്നാ കരുതിയേ. ഇപ്പതേ നീ എന്നെ കടത്തി വെട്ടിയില്ലേ മോളെ? ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം അപകടം ഒഴിഞ്ഞു പോയത്. അല്ലായിരുന്നെങ്കിൽ എന്റെ മിഥുൻ മോനെ നമുക്കിപ്പോ നഷ്ടപ്പെട്ടനെ. ഒറ്റയടിക്ക് എല്ലാവരുടെയും ശ്വാസം നിലച്ച പോലായിപ്പോയി. ദൈവാനുഗ്രഹം കൊണ്ട് മാത്ര മിഥുനെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയത്. അത് ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടല്ല, മേഘനയുടെ ജാതകത്തിന്റെ ഭാഗ്യം. ഞാൻ പറയുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോ. മേഘനയുടെ ജാതകം മാത്രമാണ് മിഥുന്റെ ജീവനെ രക്ഷിക്കാനുള്ള മരുന്ന്. മേഘനയുമായുള്ള ബന്ധം നിലനിൽക്കുന്നതുവരെ മാത്രമേ മിഥുന്റെ ആയുർദൈർഘ്യത്തിനും ഗ്യാരണ്ടി ഉണ്ടായിരിക്കുകയുള്ളൂ. അക്കാര്യം ഇനിയെങ്കിലും സൗകര്യപൂർവ്വം മറക്കരുത്. ഞാൻ ഇനി അതൊരിക്കലും മറക്കില്ല പണിക്കരെ. മിഥുന്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണല്ലോ മേഘനയെ കണ്ടെത്തി വിവാഹം നടത്തിയത്. എന്നാലും ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തിനാ ഇത്രയേറെ അപകടങ്ങള്? മേഘനയുടെ ജാതകം മിഥുന്റെ രക്ഷാകവചം മാത്രമാണ്. അതിന് മിഥുന്റെ ജീവൻ രക്ഷിക്കാനേ കഴിയൂ. വരാനിരിക്കുന്ന ഭീകരാവസ്ഥയെയോ അതിൽ നിന്നുണ്ടാവുന്ന അപകടങ്ങളെയോ ആർക്കും തടുക്കാനാവില്ല. അപ്പൊ അവസാനം വരെ ഇതിന് മറ്റൊരു പരിഹാരം ഇല്ലെന്നാണോ പഠിക്കരെ? ഇല്ല. എല്ലാവരും കണ്ടതല്ലേ, മിഥുന് ചുറ്റും ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവനെ ആ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ മേഘനയ്ക്ക് മാത്രമാണ് മൃത്യുവിന്റെ ലക്ഷ്മണരേഖ കടന്ന് മിഥുനെ രക്ഷിക്കാൻ സാധിച്ചത്. ഇതിൽ നിന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്, മിഥുന്റെ ജീവൻ മേഘനയുമായി കെട്ടുപിടഞ്ഞു കിടക്കുകയാണ്. മേഘനയിലൂടെയാണ് പകുതിക്കടമ്പ കടക്കാൻ സാധിച്ചത്. ഇനി ബാക്കിയെല്ലാം മേഘനയും മിഥുനും സമാഗമമായി യാത്ര തുടരുന്നതിന് ആസ്പദമാക്കിയിരിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല പണിക്കരെ. അരുണുമേ, മിഥുന് ചുറ്റുമുള്ള അപകടങ്ങൾ എപ്പോഴാണ് അവനെ വേട്ടയാടുകയെന്ന് പറയാൻ പറ്റില്ല. തിളച്ചുമറിയുന്ന ലാവ അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം? വരും കാലങ്ങളിലും മിഥുന്റെ ഓരോ ചുവടിലും അഗാധമായ കുഴികളാണുള്ളത്.
അവന്റെ ജീവിതം അന്ത്യമില്ലാത്ത അപകടങ്ങൾ നിറഞ്ഞതാണ്. ഇനി വരുന്ന അപകടങ്ങൾ ഏതു രൂപത്തിലുമായേക്കാം. അത് മനുഷ്യരൂപത്തിലുമാവാം, വസ്തുവിന്റെ രൂപത്തിലുമാവാം, പഞ്ചഭൂതങ്ങളുടെ രൂപത്തിലുമാവാം. അടുത്ത 13 മാസങ്ങൾ കഴിയും വരെ ആ അപകടങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞാലേ മിഥുന് സമ്പൂർണമായ ദീർഘായുസ് ലഭിക്കൂ. അതുവരെ മേഘന മിഥുനിൽ നിന്നും ക്ഷണനേരത്തേക്ക് പോലും അകലാൻ പാടില്ല. ഇമജിമ്മും നേരത്തേക്ക് പോലും മേഘനയെ മിഥുനിൽ നിന്നും അകറ്റാൻ പാടില്ല. ഭാർഗവ പണിക്കരുടെ വാക്കുകൾ അനുസരിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പ്രയത്നിക്കാൻ പണിക്കരെ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരെ രണ്ടുപേരെയും എപ്പോഴും ഒന്നിച്ചു തന്നെ നിർത്താം. വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ തടയാൻ നമ്മെക്കൊണ്ടാവില്ല. പക്ഷെ പരിഹാരം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അശ്രദ്ധ ലവലേശം പാടില്ല. മേഘനയുടെ ഭാഗ്യജാതകം മിഥുനു വേണ്ടി പ്രയോജനപ്പെടുത്തണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയ. ആയിക്കോട്ടെ പണിക്കരെ. എന്റെ ഭഗവാനെ, ഏത് ജന്മത്തെ പാപമാണോ ഈ ജന്മത്തെ എന്റെ മിഥുന് ഓരോ ചുവടിലും ഓരോ അപകടമാണല്ലോ. പക്ഷേ പരിഹാരമായി മേഘന എന്ന രക്ഷാകവചവും നൽകി. ആ രക്ഷാകവചം ഒരു നാളും നഷ്ടപ്പെടുത്താതിരിക്കാൻ അവന് നല്ല ബുദ്ധി കൊടുക്കണേ. ആ പിന്നെ അമ്മേ, ഞങ്ങള് വന്ന കാര്യം കഴിഞ്ഞല്ലോ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ എങ്ങനെയാ ഇപ്പൊ പോവാൻ പോന്നേ? കോടികളുടെ ആസ്തിയൊന്നുമില്ലല്ലോ കാറി കയറി പോവാൻ. വല്ല ഓട്ടോയോ ബസ്സോ പിടിച്ച് ഞങ്ങൾ അങ്ങ് പോയിക്കോളാമേ. ഓട്ടോയിൽ പോയ ആ കാറ്റില് എന്റെ മുടി മൊത്തം പാറി പറക്കുമല്ലോ മമ്മി. മുടി പാറുവെന്നോ മുഖം മുഷിയോന്നോ ഒന്നും ചിന്തിക്കാനുള്ള യോഗ്യത നമുക്കില്ലല്ലോ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന മിഡിൽ ക്ലാസ് അല്ലേ. നമ്മുടെ വിഷമം മറ്റുള്ളവരെ അറിയിക്കുന്ന എന്തിനാ? അരുന്ധതി, ഇനി അതുപോലെ വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വിവേകിനോട് നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ പറയാം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല. വിവേക് ഞങ്ങളെ കൊണ്ടുവിടുമെന്നോ? സന്തോഷമായി. വിവേക്, വിവേക്. ചേച്ചി, ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ചാരു, നല്ല കുറവുണ്ട്. ശരി ചേച്ചി, എന്നാ ഞങ്ങള് വീട്ടിലോട്ട് പോവാണേ. അപ്പോഴേക്കും പോവാണോ? അരുന്ധതി ചെറിയമ്മ കുറെ നേരമായി പോവാന്ന് പറഞ്ഞു വിളിക്കുന്നു. ഇവിടെ ഞങ്ങളെ ഒത്തിരി നേരം നിന്നാ അത് നല്ലതല്ലല്ലോ ചേച്ചി. ചാരു, നിനക്ക് വല്ലാത്ത പക്വത വന്നിരിക്കുന്നു. എന്ത് വലിയ കാര്യം നീ ഇപ്പൊ പറഞ്ഞെന്നറിയോ? എന്നാ ശരി ചേച്ചി, ഞങ്ങള് പോയിട്ട് വരട്ടെ ചേച്ചി. സൂക്ഷിച്ചു പോണേ മക്കളെ. ശരി ചേച്ചി. ചേച്ചി, ചേച്ചിയോട് ഒരു രഹസ്യം പറയാൻ ഞാൻ മറന്നുപോയി. എന്താ ചാരു? ഇന്ന് മേഘനേച്ചിക്ക് മിഥുനേട്ടൻ എന്തോ സർപ്രൈസ് തരാൻ പോവാണെന്നാ കേട്ട്. സർപ്രൈസോ? അതെ ചേച്ചി, അതെന്തോ മൂൺലൈറ്റ് ഡിന്നർ ആണെന്നാ പറഞ്ഞ്. ഇടി പൊട്ടത്തി, ഇത് പറയാൻ മാറണ്ടോടി. ഏട്ടന്റെ കാര്യത്തിന് തീരുമാനമായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാരു. സത്യ ചേച്ചി, താഴെ അവരെല്ലാവരും സംസാരിക്കുമ്പോ ഞാൻ കേട്ടതാന്നേ. മിഥുനേട്ടന് മേഘനേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചി, ഇനി മിഥുനേട്ടൻ വന്ന് ചേച്ചിയോട് ഈ സീക്രട്ട് പറയുമ്പോ സർപ്രൈസ് ആയതുപോലെ മുഖം വെച്ചേക്കണേ. അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഇത് നേരത്തെ അറിഞ്ഞോന്ന് ഏട്ടന് മനസ്സിലായി പോവില്ലേ? ഇങ്ങനെയുള്ള പണികൾ ഒപ്പിക്കാൻ നിന്നെ കഴിഞ്ഞുള്ളോടി മാങ്ങാണ്ടി. എന്നാ ശരി ചാരു, നിങ്ങൾക്ക് പോവാൻ ശരി സമയം. ചേച്ചി. എത്രയും പെട്ടെന്ന് ഈ കാര്യം ഏട്ടനെ അറിയിക്കണം. ഏട്ടൻ എവിടെയാണോ എന്തോ. വിവേക്, വിവേക്.
എന്താ ചമേ? നീ ഒന്ന് കൂടെ ചെല്ല്. അരുന്ധതിയും കുട്ടികളെയും വീട്ടിലൊന്ന് വിട്ടിട്ട് വാ. ഞാനോ? പിന്നല്ലാണ്ട് ഇപ്പോഴോ? ഇപ്പൊ തന്നെ. എന്താ പറ്റില്ലെന്നുണ്ടോ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, ഞങ്ങൾക്ക് വേണ്ടി കാർ ഓടിക്കുന്നത് കുറച്ചിലായിരിക്കും അമ്മേ. ഇങ്ങനെ കുറവാന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊക്കെ എന്തിനാ കണ്ടുപിടിക്കുന്നേ? എനിക്ക് ആദ്യം ഏട്ടനെ ഊരറിയിക്കണം. ആ, ഏട്ടത്തിക്ക് സർപ്രൈസിന്റെ കാര്യം മനസ്സിലായിരിക്കുന്നു. ഏട്ടത്തിക്ക് സർപ്രൈസിന്റെ കാര്യം മനസ്സിലായിരിക്കുന്നു. ഓ ഗോഡ്, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? വെറുതെ അടിച്ച് നുണയിപ്പോ സത്യാക്കേണ്ടി വരുമല്ലോ. ഏട്ടനിപ്പോ എവിടെയാ ഉള്ളേ? അരുന്ധതി ആന്റിയെയും ഫാമിലിയെയും ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. വാ മോളെ, പോയിട്ട് വരട്ടെ അച്ഛമ്മേ. ഇറങ്ങാം നമുക്ക്. മിഥുനെ ചുറ്റിപ്പറ്റിയുള്ള സകല അപകടങ്ങളും, അവൻ നടക്കുന്ന പാതയിലുള്ള ഓരോ ഖണ്ഡവും എനിക്കിപ്പോഴാ ശരിക്കും മനസ്സിലാകുന്നത് ആന്റി. തൽക്കാലം മിഥുന്റെ ജീവിതം ഒരു ചില്ലുകൊട്ടാരം പോലെയാ. ചെറുതായിട്ടൊന്ന് പാളിയാ മതി, ചുവടോടെ പൊട്ടിത്തകർന്ന് താഴെ വീഴും. ഏട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഏട്ടന് അപകടം ഉണ്ടാകാൻ പോവെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ആർക്കും അത് തടയാൻ കഴിഞ്ഞില്ലല്ലോ. മേഘനയ്ക്ക് മാത്രമേ ഏട്ടനെ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ഇപ്പോഴെങ്കിലും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായോ? ഏട്ടനിപ്പോ മഞ്ജരിയേക്കാളും മേഘനയെ ആവശ്യം. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഹർഷനെ. മിഥുനെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മേഘന മിഥുനുമായി ഒത്തിരി അടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കുറച്ചൊന്ന് അകലുകയും വേണം എന്നല്ലേ പറഞ്ഞു വരുന്നേ? സർപ്രൈസ് കൊടുക്കാന്ന് നമ്മൾ വെറുതെ പറഞ്ഞത് ഇപ്പൊ മേഘനയുടെ കാതിലെത്തിയിരിക്കാം. ഇപ്പൊ ശരിക്കും അവൾക്ക് സർപ്രൈസ് കൊടുക്കണോ അതോ സൈലന്റ് ആയിട്ട് വിട്ടുകളയണോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ മഞ്ജരി? കമോൺ മിഥുൻ, ഇങ്ങനെ ചെറിയൊരു കാര്യത്തിന് എന്തിനാ നീ വെറുതെ തല പൊണ്ണാക്കുന്നേ? കാര്യം ചിലപ്പോ ചെറുതായിരിക്കാം മഞ്ജരി, പക്ഷേ മേഘനയുടെ എക്സ്പെക്ടേഷൻ വളരെ വലുതാണെന്ന് ഓർക്കണം. എക്സ്പെക്ടേഷൻസ് കൊണ്ടുനടക്കുന്നത് മേഘനയുടെ മാത്രം തെറ്റല്ലേ? അതെങ്ങനെയാ മഞ്ജരി? അവൾക്ക് ആ പ്രതീക്ഷ കൊടുത്തത് നമ്മളല്ലേ? സർപ്രൈസ് കൊടുത്തോളാന്ന് നീ അവൾക്ക് പ്രോമിസ് ചെയ്തായിരുന്നോ? അതോ പ്രണയാധിക്യത്തോടെ പറഞ്ഞോ? രണ്ടും അല്ലല്ലോ. നിന്റെ നാവേന്ന് ഉതിരാത്ത വാക്കുകൾക്ക് നീ ഒരിക്കലും റെസ്പോൺസിബിൾ ആവണ്ട. മഞ്ജരി, അവൾ ഈ കാര്യം അറിയാതിരുന്നെങ്കിലും ഓക്കെ. അറിഞ്ഞിട്ട് ഞാനത് കണ്ടില്ലെന്ന് ഭാവിച്ച ശരിയെന്നാ. ഒരു പക്ഷേ കാര്യം കൂടുതൽ ഗുരുതരമായി സർപ്രൈസ് എവിടെയെന്ന് അവളെങ്ങാനും ചോദിച്ച ഓഫീസിൽ വർക്കുണ്ടെന്നോ ഇരിക്കാൻ നേരില്ലാത്ത അത്രയും ബിസിയാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കണം. അവള് പിന്നെ ചോദിക്കില്ലല്ലോ. മഞ്ജരി, ലിസൺ മിഥുൻ, ശാലിനിയെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ചെറിയൊരു നുണയാണത്. ആ നുണ അവിടെ തന്നെ വിടുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതിനി സത്യമാക്കാനോ തെളിയിക്കാനോ ശ്രമിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഇനി മേഘനയുടെ എക്സ്പെക്ടേഷൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ശരിയാണ്, അവൾക്ക് അവളുടേതായ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവൾ അതങ്ങ് വിട്ടോളൂ. എന്തു പറ്റി, എവിടെയായിരുന്നു, കൊണ്ടുപോയില്ലല്ലോ എന്നൊന്നും ചോദിക്കുന്ന ആളല്ലല്ലോ അവള്. ടേക്ക് ഇറ്റ് ലൈറ്റ് മിഥുൻ, കൂൾ.
ഓക്കെ മഞ്ജരി. എങ്ങനെയുണ്ട് ആന്റി? കണ്ടായിരുന്നോ? ഞാനൊരു വാക്ക് പറഞ്ഞാ മതി, മിഥുൻ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കില്ല. ഞാൻ ഓർഡർ ചെയ്താ അത് അതേപടി അനുസരിക്കും. എന്നോട് മിഥുൻ അത്രയേറെ ഇഷ്ടമാണ് ആന്റി. നോനോ, ഇഷ്ടം മാത്രമല്ല, ജീവന. ഞാൻ ചോദിച്ച എനിക്ക് വേണ്ടി എന്തും ചെയ്യും. അതൊക്കെ ശരിയാ, കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എന്നാലും ഒരു കാര്യം നീ ഓർത്തിരിക്കുന്നത് നല്ലതാ. ഈ പ്രണയം മുട്ടിലെഴയുന്ന കുഞ്ഞുവാവെ പോലെ എടുത്തോണ്ടിരിക്കുന്നിടത്തോളം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നമ്മൾ അതിനെ ഒന്ന് താഴെ വെച്ച് നോക്ക്, മുട്ടിലെഴഞ്ഞെഴഞ്ഞത് എങ്ങോട്ടെങ്കിലും പോയി കളയും. അണ്ടർസ്റ്റാൻഡ്? മേഘനയുടെ ജാതകം മാത്രമാണ് മിഥുന്റെ ജീവനെ രക്ഷിക്കാനുള്ള മരുന്ന്. മേഘനയുമായുള്ള ബന്ധം നിലനിൽക്കുന്നതുവരെ മാത്രമേ മിഥുന്റെ ആയുർദൈർഘ്യത്തിനും ഗ്യാരണ്ടി ഉണ്ടായിരിക്കുകയുള്ളൂ. തിളച്ചുമറിയുന്ന ലാവ് അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം? അവന്റെ ജീവിതം അന്ത്യമില്ലാത്ത അപകടങ്ങൾ നിറഞ്ഞതാണ്. അത് മനുഷ്യരൂപത്തിലുമാവാം, വസ്തുവിന്റെ രൂപത്തിലുമാവാം, പഞ്ചഭൂതങ്ങളുടെ രൂപത്തിലുമാവാം. അടുത്ത 13 മാസങ്ങൾ കഴിയും വരെ ആ അപകടങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞാലേ മിഥുന് സമ്പൂർണമായ ദീർഘായുസ് ലഭിക്കൂ. ജേട്ടൻ എന്തീ ചെയ്യുന്നേ? നിനക്ക് നല്ല തലവേദനയാണല്ലേ? ഞാൻ തന്നെ തേച്ചോളാം, ഇങ്ങോട്ട് തന്നേക്ക്. എന്താ ഞാൻ തേച്ചെന്നൂടെ? ജേട്ടൻ എന്തിന്റെ ബുദ്ധിമുട്ടെന്ന്? നിന്നെ ശുശ്രൂഷിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് അരുണിമേ. അങ്ങനെ കരുതുകയാണെങ്കിൽ നീ എന്നെ എത്രമാത്രം ശുശ്രൂഷിച്ചിരിക്കുന്നു. ഈ ക്ഷണം നിന്റെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നതെന്നും അത് കാരണം നീ എത്രമാത്രം പിടയുന്നുണ്ടെന്നും എന്നെക്കാളും മറ്റാർക്കാ അറിയാ. നിന്റെ ആ പിടച്ചിലിന് എനിക്ക് പരിഹാരം കണ്ടെത്താനാവില്ല. ഒന്നുമില്ലെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ഈ തലവേദനയ്ക്ക് മരുന്നെങ്കിലും പുരട്ടിത്തരാലോ. എന്റെ ഈ പെടച്ചിലും നിരന്തരമുള്ള ഈ പേടിയും അടുത്തെങ്ങും എന്നെ വിട്ടകലില്ല ചേട്ടാ. ഇനിയും ഒരു 13 മാസങ്ങൾ എന്നെ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കും. മേഘനയുടെ രൂപത്തിൽ മിഥുനു മുൻപിൽ നീ ഒരു ലക്ഷ്മണരേഖയാണ് വരച്ചിരിക്കുന്നത്. ആ ലക്ഷ്മണരേഖ മിഥുനെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ലക്ഷ്മണരേഖയിൽ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. പക്ഷെ സീതാദേവിക്ക് പോലും ലക്ഷ്മണരേഖ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടായി. അതുപോലെ മിഥുനും മേഘനയുടെ ജാതകത്താൽ വരച്ച ലക്ഷ്മണരേഖ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാകുമോന്ന് എനിക്ക് പേടിയാവുന്നു ചേട്ടാ. 1, 2, 3 അല്ല, 13 മാസങ്ങളോളം ആ രക്ഷാരേഖയിൽ തന്നെ മിഥുനെ ബന്ധിച്ചിടണം. അത് സാധിക്കുമെന്നുള്ളത് മാത്രമാണ് ചേട്ടാ ഇപ്പോഴത്തെ എന്റെ പേടി. നീ പേടിക്കാതിരിക്കരുമേ. നമ്മളാലാവുന്നത് ചെയ്തു, തുടർന്നും ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹവും നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് കരുതാം. മേഘനയാണെങ്കിലും നന്മയുടെ പ്രതീകമായി നമുക്ക് കിട്ടിയ മാണിക്കക്കല്ലാണ് അവൾ. മാധുര്യമുള്ള വാക്കുകൾ, മാണിക്കക്കല്ല് പോലെ മനസ്സ്,
എല്ലാവരെയും സ്നേഹിക്കാനുള്ള വിശാല മനസ്സ്, സകല പ്രശ്നങ്ങളും സ്വന്തം ചുമലിലേറ്റുന്ന ചുമതലാബോധം. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കിട്ടുമോ? മേഘനയെ മിഥുന്റെ ഭാര്യയായി കിട്ടിയത് അവന്റെ ഏത് ജന്മത്തിലെ പുണ്യാണാവും. സത്യത്തിൽ ജയേട്ട പ്ലീസ്. മിഥുന്റെ മനസ്സ് ജയേട്ടനറിയാം. അവന്റെ മനസ്സിൽ ആരെ കുടിയേറിയിരിക്കുന്നെന്നുള്ളതും ജയേട്ടനറിയാം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് പകുതി വഴിക്ക് ഉപേക്ഷിച്ചു പോകേണ്ടവരുടെ പേരിൽ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ വളർത്തുന്നത് വെറും അർത്ഥശൂന്യമാണ്.